നമസ്കാരം. ഇതിൽ പറയുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഗൗളി വീണാലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഈ ശിരസിൻ്റെ മധ്യഭാഗങ്ങളിൽ ഗൗളി വീണാൽ അത് ദുർലഭമായിട്ടൊക്കെ സംഭവിക്കാറുള്ളൂ. പക്ഷെ വീണ ചരിത്രം ഒരുപാടുണ്ട്. വീണ ആളുടെ മാതാവിനോ സഹോദരനോ ഗുരുജനങ്ങൾക്കോ മരണം വരെ സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. പരിഹാരം കേട്ടോ. പിൻഭാഗത്താണെങ്കിൽ കലഹം, നെറ്റിയിലാണെങ്കിൽ നിധി ദർശനം എന്ന് പറയുന്നുണ്ട്. നെറ്റിയുടെ മധ്യത്തിൽ വീണാലോ രാജ സമ്മാന ലബ്ധി എന്ന് പറയുന്നുണ്ട്. നാസാഗ്രത്തിൽ വീണാൽ പലതരം രോഗങ്ങൾ വരാൻ സാധ്യത. ചുണ്ടിൽ വീണാൽ ധന ഐശ്വര്യാദികൾ വരുന്നതാണ് പറയണത്. ഈ കവിൾത്തടത്തിലൊക്കെ വീണാലേ ധനനഷ്ടം സംഭവിക്കത്രേ. കണ്ണിലോ ചെവിയിലൊക്കെ വീണ ഭയം വരാമത്രേ. കഴുത്തിലാണെങ്കിൽ സജ്ജന സംസർഗം. ഈ മാറിടത്തിലൊക്കെ വീണ വലിയ ദുഃഖം വരാം എന്ന് പറയുന്നുണ്ട്. വയറ്റിലാണെങ്കിൽ മഹാഭയം. ഈ കൈകളിലൊക്കെ വീണ ധനലാഭമാണത്രേ. ഈ വാരിഭാഗങ്ങളിൽ വീണാലോ ശത്രുപദ്രവം ഉണ്ടാവുമെന്നാണ് പറയണത്. ഈ ഗുഹ്യപ്രദേശത്താണെങ്കിലോ സർപ്പഭയം. പാദങ്ങളിൽ കാലിലൊക്കെ വീണ തീർത്ഥയാത്രയ്ക്ക് സാഹചര്യം വരുന്നതാണ് പറയണത്. അതെങ്ങനെ ഗൗളി വീണ് പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയാലാണ് അത് ശുഭമാണത്രേ. ഇറങ്ങിപ്പോയാലോ അത് അശുഭമാണ്. ഇതിപ്പോൾ ക്ഷേത്രത്തിനുള്ളിലോ അരയാലിൻ്റെ ചുവട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൗളി ദേഹത്ത് വീണാൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നത്, ഈ ദോഷം സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗൗളി ദോഷ പരിഹാരം ശിവഭജനം, ശിവക്ഷേത്ര ദർശനം. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് അവിടുത്തെ 7 പ്രാവശ്യം അരയാൽ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ പോകുമെന്നാണ് പറയണത്. ഭയപ്പെടാനൊന്നുമില്ല. ശിവക്ഷേത്ര ദർശനം ചെയ്താൽ മതി.